ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശ്രവണത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ ഏലീഷ പുനർജീവിപ്പിച്ച കുഞ്ഞിൻ്റെ അമ്മയോട് അവൻ ഇപ്രകാരം പറഞ്ഞിരുന്നു: ഇവിടെ വലിയൊരു ക്ഷാമം വരാൻ പോവുകയാണ്. അതുകൊണ്ട് കുറേ കാലത്തേക്ക് നീയും കുടുംബവും എവിടെയെങ്കിലും പോയി താമസിക്കുക. 7 വർഷക്കാലം ക്ഷാമമായിരിക്കും. അവൾ ദൈവപുരുഷൻ്റെ വാക്ക് കേട്ട് ഫിലിസ്ത്യരുടെ നാട്ടിൽ പോയി ജീവിച്ചു. 7 വർഷം കഴിഞ്ഞപ്പോൾ അവൾ മടങ്ങി വന്ന് രാജാവിനോട് അഭ്യർത്ഥിക്കുന്നുണ്ട്: എൻ്റെ വീടും സ്ഥലവും വിട്ടുതരിക. രാജാവ് ഏലീഷയെക്കുറിച്ച് ഏലീഷയുടെ വൃദ്ധനായിരുന്ന ഗഹസിയോട് ഏലീഷയുടെ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗഹസി പറയുന്നു, ഇവൻ മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പുനർജീവനം കൊടുത്ത കുഞ്ഞിൻ്റെ അമ്മ വന്ന് രാജാവിനോട് അഭ്യർത്ഥിക്കുന്നത് വീടും സ്ഥലവും വിട്ടുതരിക എന്ന്. അപ്പോൾ ഗഹസി പറഞ്ഞു, ആ സ്ത്രീയാണ് ഇത്, ആ പുനർജീവിപ്പിച്ച കുഞ്ഞിൻ്റെ അമ്മയാണ് ഇത്. രാജാവ് ഒരു ഭൃത്യനോട് പറഞ്ഞു, ഇവളുടെ വീടും സ്ഥലവും വിട്ടുകൊടുക്കുക. ഇവളില്ലാതിരുന്ന സമയത്തെ അതിൻ്റെ ഫലങ്ങളും അവൾക്ക് തിരിച്ചു കൊടുക്കുക. പ്രിയ സഹോദരങ്ങളെ, പ്രവാചകൻ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. രാജാക്കന്മാർക്കും സാധാരണ ജനങ്ങൾക്കും പ്രവാചക ഗണത്തിനുമെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞ ദൈവത്തിൻ്റെ സ്വരം ജനങ്ങൾക്കായി പകർന്നു കൊടുക്കുകയാണ്. മനുഷ്യരുടെ ജീവൻ നിലനിർത്തുവാൻ തിന്മ ചെയ്യുമ്പോൾ അതിനെ തിരുത്തേണ്ടതായിട്ടുള്ളത് കൊണ്ട് അത് ചൂണ്ടിക്കാണിക്കുന്നു. ദൈവവചനം ഉപയോഗിച്ച് ദൈവത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കുവാൻ ദൈവം ശ്രദ്ധിക്കാം. ത്രിയേക ദൈവം നമ്മളെ എവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയാശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏവർക്കും വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.